നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 30 അതായത് ശകവർഷം 1947 ജ്യേഷ്ഠമാസം 23 വെള്ളിയാഴ്ചയും പൂരാടം നക്ഷത്രവും വരുന്ന ദിവസം ദ്വിതീയ തിഥി, അതായത് കൃഷ്ണപക്ഷ ദ്വിതീയ തിഥിയും ആനക്കരണവും ശുഭ്ര നിത്യയോഗവും വരുന്ന ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവിൽ 13/6/2025 സൂര്യോദയം വരുന്നത് 5:46 AM സൂര്യ അസ്തമനം 6:32 PM രാഹുകാലം 10:33 AM മുതൽ 12:09 PM വരെയും ഗുളികകാലം 7:21 AM മുതൽ 8:57 AM വരെയും യമകണ്ഠകാലം 3:20 PM മുതൽ 4:56 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:45 AM മുതൽ 12:07 PM വരെയും 12:11 PM മുതൽ 12:33 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവൻ രാശിക്കാർക്ക്. ഇനി വെള്ളിയാഴ്ചയായതുകൊണ്ട് എല്ലാവരും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമം. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ലളിത അഷ്ടോത്തരം, കനകധാരയൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. ഈ ഇന്നത്തെ ദിവസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഇടവൻ രാശിയിൽ, ഉദയവും ഇടവൻ രാശിയിൽ തന്നെ. ചന്ദ്രൻ വന്നിരിക്കുന്നത് ധനുരാശിയിൽ. ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിലും, ബുധനും വ്യാഴവും മിഥുനം രാശിയിലും, ശുക്രൻ മേടം രാശിയിലും, ശനി മീനൻ രാശിയിലും, സർപ്പി കുംഭം രാശിയിലും നിൽക്കുന്നു. ഗുളികോദയമാവട്ടെ കർക്കിടകം രാശിയിൽ. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. ഉത്സവാദികളിൽ പങ്കുകൊള്ളും. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. കുടുംബത്തിൽ അരിഷ്ടതകൾ സംഭവിച്ചേക്കാം. മധ്യസ്ഥത നിൽക്കേണ്ട അവസരം വന്നു ചേരും. ദൂരയാത്രകൾ നടത്തേണ്ടതായി വരും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കൊടുക്കുവാൻ ശ്രമിക്കും. ചിലവുകൾ വർദ്ധിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. വീട്ടുകാരുടെ പ്രീതി കൈപ്പറ്റുന്നതിനുള്ള പൊടിക്കൈകൾ പ്രയോഗിക്കും. പുതിയ അറിവുകൾ നേടും. ഭാവി കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ജീവിത പങ്കാളിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ശ്രമിക്കും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും രാശിയിൽ തന്നെ നിൽക്കുന്ന മേടൻ രാശിയിൽ തന്നെ നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ കാരകത്വമുള്ള ശുക്രനെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മഹാലക്ഷ്മി കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണ്യക്ഷേത്ര ദർശനം നടത്തും. വീട്ടുകാരിൽ നിന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ലഭിക്കും. ശത്രുശല്യം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. വിദേശയാത്ര തരപ്പെടും. പൂർവ്വ സ്വത്ത് അധീനതയിലാവും. വാക്കുതർക്കങ്ങളിൽ നിന്നും അല്പം മനോവേദന ഉണ്ടാകും. ആ സമയത്ത് ആത്മസംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. പുതിയ കെട്ടിടം വാങ്ങാൻ തീരുമാനമെടുക്കും. മാതാവിൻ്റെ രോഗത്തിന് കുറച്ച് ആശ്വാസം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരും. കുടുംബ അഭിവൃദ്ധിക്കായി ശ്രമിക്കും. പ്രതീക്ഷകൾ പലതും യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. കർമ്മപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കം പരിഹരിക്കപ്പെടും.
കാര്യതടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പൂർണ്ണമായി മാറും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം. കുടുംബ പരദേവതയ്ക്കും വരാഹി ദേവിക്കുമൊക്കെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് മാനസിക ഉല്ലാസവും ലഭിക്കും. ആഗ്രഹിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും. വിനോദയാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. വിവാഹ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. പല രംഗത്തും അവസരങ്ങൾ ലഭിക്കും. കാര്യപ്രാപ്തി വർദ്ധിക്കും. അകന്നു പോയവർ അടുപ്പം കാണിക്കും. ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനുള്ള അവസരം വന്നു ചേരും. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. കർമ്മരംഗം കൂടുതൽ ഗുണകരമാവും. വരുമാനം വർദ്ധിക്കും. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി ആവശ്യമായി വരും. അന്യദേശ ജോലിക്കായി പരിശ്രമിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. വാണിജ്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. വിനോദയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തീവ്രമാക്കും. കായിക പുരോഗതി ഉണ്ടാവും. സുഹൃത്ത് സംഗമങ്ങൾ സന്തോഷകരമാവും. രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിക്കുമ്പോൾ, വരാഹി അമ്മയ്ക്കൊക്കെ പൂജ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. വീട്ടുകാര്യങ്ങൾ തൃപ്തികരമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. പ്രശംസാർഹമായ കാര്യങ്ങൾ ചെയ്യും. പുതിയ കൂട്ടുകെട്ടുകൾ ഗുണഫലം ചെയ്യും. സ്ഥലം വാങ്ങിക്കുവാനും വിൽക്കാനും പറ്റിയ സമയമാണ്. ജീവിത രീതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തും. മാനസിക സമ്മർദ്ദം കുറയുന്ന ദിവസമാണ്. വിനോദയാത്രകളൊക്കെ ആസൂത്രണം ചെയ്യും. വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തും. കൃഷിയിൽ നിന്നുള്ള ആദായം അല്പം കുറയും. ഗൃഹത്തിൽ സമാധാനം നിലനിൽക്കും. കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവും. വീട് വിട്ട് മാറി താമസിക്കേണ്ടതായ സാഹചര്യവും വന്നു ചേരും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ധാരാളമായി യാത്രകൾ ചെയ്യേണ്ടതായി വരും. ആരോഗ്യപരമായി ഗുണം കുറയുന്ന ദിവസമാണ്. അല്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ ഇടയുള്ളത് കൊണ്ട് ഒന്ന് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കലാകാരന്മാർക്കും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ പ്രശസ്തി വർദ്ധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുന്നത്, ലളിതാഷ്ടോത്തരം, ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുന്നത്, വരാഹി ദേവിക്ക് പൂജ ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. ആർഭാടങ്ങൾ നിയന്ത്രിക്കും. എല്ലാ രംഗത്തും വിജയിക്കുവാനുള്ള ഒരു ത്വര പ്രകടിപ്പിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ അല്പസ്വല്പം പരിഹരിക്കപ്പെടും. വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കും. ജോലിയിൽ പുതിയ മാർഗങ്ങൾ കണ്ടെത്തും. വീട്ടിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഉള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം അല്പം മനസ്സമാധാനക്കുറവോ ടെൻഷനോ വരുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്ന നന്നായിരിക്കുക. രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിക്കുന്നവരൊക്കെ അതൊക്കെ സമയത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. വീട് പുനർനിർമ്മാണത്തിനുള്ള ആലോചനയുണ്ടാവും. ദൂരദേശത്തുള്ളവരിൽ നിന്നും സഹായം ലഭ്യമാകും. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. ജോലിയിൽ സ്ഥലം മാറ്റം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുന്നത് ഉത്തമം. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള സമയമാണ്.
കടബാധ്യതകൾ ഒരു പരിധിവരെ തീർന്നു കിട്ടും. വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതിന് സാധ്യത ഉണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉത്സവങ്ങളിൽ പങ്കുകൊള്ളും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. കുടുംബ സൗഖ്യം അനുഭവിക്കും. ജോലിയിൽ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്തുള്ളവരിൽ നിന്നും അനുകൂല വാർത്തകൾ ശ്രവിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും മഹാലക്ഷ്മിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. തുലാക്കൂറ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവിനേക്കാൾ ചിലവ് അല്പം വർദ്ധിക്കും. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സുദൃഢമാകും. ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും. മാനസിക സംഘർഷം കുറയും. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും. ജോലിയിൽ സ്ഥിരത ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായം ഏത് കാര്യത്തിലും പ്രതീക്ഷിക്കാം. വാടക വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറുവാനുള്ള സാഹചര്യം ഒത്തുചേരും. ലോണുകളെല്ലാം സമയാസമയത്ത് അടച്ചു തീർക്കത്തില്ലെങ്കിൽ അല്പം മനസ്സ് വിഷമിപ്പിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകൾ ഒഴിയുന്നതിനായി പ്രാർത്ഥനകൾ അത്യാവശ്യമാണ്. കാര്യതടസ്സങ്ങൾ പൊതുവെ മാറിക്കിട്ടും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധീരമായ നിലപാടുകൾ എടുക്കും. തൊഴിൽ സാമർഥ്യം വർദ്ധിക്കും. പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ഗുണഫലങ്ങൾ ധാരാളം വന്നു ചേരും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹിയമ്മയെ കൂടി പ്രാർത്ഥിക്കുകയും കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിവേദ്യമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ഒരു ശുഭദിനം ആശംസിക്കുന്നു. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ഗുണം പ്രതീക്ഷിക്കാം. യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. മേലധികാരികളുടെ സഹായം ലഭ്യമാകും. മാതൃസ്വത്ത് അധീനതയിലാവും. ദാമ്പത്യ ജീവിതം സുന്ദരമാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കും. സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. മനസമാധാനം അല്പം നഷ്ടപ്പെടും. പല രംഗത്തും പുതിയ പുതിയ അറിവുകൾ നേടും. നല്ല പഠന സാഹചര്യങ്ങൾ ഉണ്ടാകും. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുമെങ്കിലും ഒരകലം എവിടെയും കാണാം. തൊഴിൽ രംഗത്ത് സമാധാനം കൈവരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പുതിയ വ്യവസായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നേറുന്നതിന് നന്നേ പാടുപെടേണ്ടതായി വരും. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഭദ്രകാളി അമ്മയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ അല്പം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരും. പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നന്നേ അധ്വാനിക്കും. ശാരീരിക വിഷമതകൾ മാറും. ഭാവി കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ വരുത്തും. ബന്ധുമിത്രാദികളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. തുടർ പഠനത്തിന് പ്രവേശനം ലഭിക്കും. സർക്കാർ ജോലി ലഭ്യമാകും. വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യും. ശത്രുശല്യത്തെ നേരിടേണ്ടതായി വരും. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാവും. മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യത തെളിഞ്ഞു വരുന്നു. പ്രൊമോഷനൊക്കെ ലഭിക്കുവാനുള്ള യോഗവും ഉണ്ട്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തിക നില അല്പം മെച്ചപ്പെടും. ചെറിയ യാത്രകൾ സഫലമാകും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മി ദേവിയും സർപ്പദേവതകളെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ ആവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പുരോഗതി ഉണ്ടാവും. പരസ്യങ്ങൾ മുഖേന വരുമാനം ഉണ്ടാകും. തറവാട്ടിലെ ഉത്സവങ്ങളിലൊക്കെ, അതായത് കുടുംബ പൂജകളിലൊക്കെ പങ്കുചേരും. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യസ്തത ഉണ്ടായി തെറ്റിപ്പിരിയാനുള്ള യോഗം കാണുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. എല്ലാ കാര്യത്തിലും വ്യക്തമായ തീരുമാനം എടുക്കുക.
പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ സ്ഥിരപ്പെടുത്തുക. എല്ലാവരുമായി ഒത്തുചേർന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മാനസിക സന്തോഷം വർദ്ധിക്കുമെങ്കിലും എവിടെയോ എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നതായി തോന്നും. കുടുംബ പരദേവതയെ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷമം മാറിക്കിട്ടും. ക്ഷേത്ര ദർശനം നടത്തും. കലാകാരന്മാർക്ക് അനുകൂല സമയമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ജോലിസ്ഥലത്ത് നേതൃസ്ഥാനം വഹിക്കേണ്ടതായി വരും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥരായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, മറ്റ് അയ്യപ്പസ്വാമി, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നില ഭദ്രമാവും. ജോലിക്കാര്യത്തിനായി ദൂരയാത്രകൾ ആവശ്യമായി വരും. പിതൃസ്വത്ത് അധീനതയിലാവും. ഏറെക്കാലമായുള്ള രോഗത്തിൽ നിന്നും ഒരു ശമനം ലഭിക്കും. ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗം പുഷ്ടിപ്പെടും. പരീക്ഷാദികളിൽ വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും അല്പം ആദായം ലഭിക്കും. ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കാം. ഉല്ലാസയാത്രകൾ നടത്തും. പ്രിയജനങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ച ഇല്ലാതാവും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറും. ഉപരിപഠനത്തിലുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. രാശിനാഥനായ ആഞ്ജനേയ സ്വാമി, വിഷ്ണുമായ സ്വാമി, അതുപോലെ തന്നെ ധർമ്മശാസ്താവ്, ശനീശ്വരൻ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതകളെയും മഹാലക്ഷ്മിയെയും കൂടി പ്രാർത്ഥിക്കുന്നത് ഉത്തമം. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. തൊഴിൽപരമായി സന്തോഷം ലഭിക്കും. ചിലവുകൾ നിയന്ത്രിക്കപ്പെടും. പ്രിയജനങ്ങളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. പല രംഗത്തും അവസരോചിതമായി പ്രവർത്തിച്ച് വിജയം കൈവരിക്കും. സമൂഹത്തിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കുവാനാവും. സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ്. സ്വയം തൊഴിലിൽ അല്പം ഗുണം കുറയും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. കുടുംബവുമൊത്ത് ചെറിയ യാത്രകൾ നടത്തും. ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. അതിർത്തി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കുവാൻ അവസരം ലഭിക്കും. കുടുംബ ഐക്യം നിലനിർത്തും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് കുടുംബപരദേവതയ്ക്ക് ദീപമൊക്കെ തെളിച്ച് നിവേദ്യമൊക്കെ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.